ശാസ്ത്രം എന്താണ്? ബൈബിളിനെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള 100 വീഡിയോകളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണിത്. ഡോക്ടർ ജോൺസൺ സിസ്റ്റർ ഫിലിപ്പ് നിർമ്മിച്ച ഈ വീഡിയോ ഡോക്ടർ സനീഷ് ചെറിയാൻ എഡിറ്റ് ചെയ്തതാണ്. ചില ക്രിസ്ത്യാനികൾ ശാസ്ത്രം ഒരു ഭീകരജീവിയോ ബൈബിളിന്റെയും വിശ്വാസത്തിന്റെയും ശത്രുവോ ആണെന്ന് കരുതുന്നു. ഇത് സത്യമല്ല. ശാസ്ത്രം എന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവിന്റെ ശേഖരം മാത്രമാണ്. ദൈവത്തെക്കുറിച്ച് കൂടുതലറിയുന്നതിനനുസരിച്ച് അത് വളരുന്നു. നക്ഷത്രങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവ പോലുള്ള സൃഷ്ടികൾ. ഈ അറിവ് ഉപയോഗിക്കുന്ന രീതിയാണ് സാങ്കേതികവിദ്യ. നിർമ്മാണ ഉപകരണങ്ങളോ യന്ത്രങ്ങളോ പോലുള്ള പ്രായോഗിക രീതികളിൽ ശാസ്ത്രം പഠിക്കാനും ഉപയോഗിക്കാനും ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ബൈബിൾ നമ്മെ കാണിക്കുന്നു. ഉൽപ്പത്തി രാത്രി 1 മണി കഴിഞ്ഞ് 28 മിനിറ്റിൽ ദൈവം മനുഷ്യരോട് ഫലഭൂയിഷ്ഠരാകാനും പെരുകാനും ഭൂമിയെ കീഴടക്കാനും പറഞ്ഞു. ഇതിനർത്ഥം ലോകത്തെ നന്നായി പരിപാലിക്കാൻ നാം അതിനെ മനസ്സിലാക്കണമെന്നാണ്. ശാസ്ത്രം നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നത് ഭക്ഷണം വളർത്താനോ രോഗം സുഖപ്പെടുത്താനോ നമ്മെ സഹായിക്കുന്നു. സങ്കീർത്തനം 19:1 പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു. നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നാം കാണുന്നു. ചിലർ ശാസ്ത്രത്തെ ഭയപ്പെടുന്നു, പക്ഷേ അത് വിശ്വാസത്തിനെതിരല്ല. ദൈവത്തിന്റെ സൃഷ്ടിയെ സ്നേഹിക്കാനും ജ്ഞാനത്തോടെ ജീവിക്കാനും നമ്മെ സഹായിക്കുന്നതിന് ദൈവം നൽകിയ ഒരു സമ്മാനമാണിത്. തുടക്കം മുതൽ തന്നെ ദൈവത്തിന്റെ കൽപ്പന പിന്തുടരാൻ മനുഷ്യർ ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഉപയോഗിച്ചു. ഉൽപ്പത്തി 4 കെയിൻ മൃഗങ്ങളെ വളർത്തി, ആബേൽ വിളകൾ വളർത്തി, ആദ്യകാല കൃഷി പരിജ്ഞാനം കാണിച്ചു. ആളുകൾ ലോഹ ഉപകരണങ്ങളും സംഗീതോപകരണങ്ങളും നിർമ്മിച്ചു. ഉൽപ്പത്തി പുലർച്ചെ 4 മണി കഴിഞ്ഞ് 21:22 നമ്മോട് പറയുന്നതുപോലെ ഇവ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ആദ്യകാല ഘട്ടങ്ങളായിരുന്നു. ഉൽപ്പത്തി 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലെ മൂക്ക് ആർക്ക് ഒരു മികച്ച ഉദാഹരണമാണ്. അതിന്റെ കാലത്തേക്ക് വിപുലമായ അറിവോടെ നിർമ്മിച്ച ഒരു വലിയ കപ്പലായിരുന്നു പെട്ടകം. 1800കളിൽ മനുഷ്യർക്ക് സമാനമായ വലിപ്പമുള്ള ഒരു കപ്പൽ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ എന്നത്ര വലുതായിരുന്നു അത്. ഇടമുള്ള പെട്ടകം രൂപകൽപ്പന ചെയ്യാൻ നോഹയ്ക്ക് ശാസ്ത്രം ആവശ്യമായിരുന്നു. ഭക്ഷണം, വെള്ളം, വായുസഞ്ചാരം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക്. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ ആവശ്യമായ ശക്തിയോടെ അത് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാങ്കേതികവിദ്യയും ആവശ്യമായിരുന്നു. ചില മൃഗങ്ങൾ അപകടകാരികളായിരുന്നു, പക്ഷേ പെട്ടകം അവയെ സുരക്ഷിതമായി സൂക്ഷിച്ചു. ജീവൻ രക്ഷിക്കാൻ ദൈവം ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും ഒരു കഴിവും ഉപയോഗിച്ചില്ലെന്ന് ഇത് കാണിക്കുന്നു. ദൈവം തന്റെ ഇഷ്ടം ചെയ്യാൻ അറിവ് ഉപയോഗിക്കുന്നതിന് പിന്തുണ നൽകുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. ശാസ്ത്രത്തെക്കുറിച്ച് ഭയപ്പെടാതെ ക്രിസ്ത്യാനികൾക്ക് ആവേശം തോന്നണം. ഭൂമിയെ കീഴടക്കാനുള്ള ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്നാണ് ശാസ്ത്രം വരുന്നത്. അതിനാൽ ക്രിസ്ത്യാനികൾ അതിനെ സ്വാഗതം ചെയ്യണം. ദൈവം തന്നെ തന്റെ പദ്ധതികളിൽ ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഉപയോഗിച്ചു. പെട്ടകം പണിയാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നതുപോലെ. അതുപോലെ ദൈവത്തിന്റെ ഉദ്ദേശ്യം നിറവേറ്റാൻ നമുക്ക് ശാസ്ത്രം ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഡോക്ടർമാർ വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെ പരിപാലിക്കുന്നതിനെക്കുറിച്ച് ലൂക്കോസ് പകൽ 10 മണി കഴിഞ്ഞ് 34 മിനിറ്റ് പഠിപ്പിക്കുന്നതുപോലെ മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ ദൈവത്തിന്റെ സ്നേഹം കാണിക്കാൻ ഫോണുകളോ കമ്പ്യൂട്ടറുകളോ പോലുള്ള സാങ്കേതികവിദ്യ ലോകവുമായി സുവിശേഷം പങ്കിടാൻ നമ്മെ സഹായിക്കുന്നു. മത്തായി 28:19 യേശു കൽപ്പിച്ചതുപോലെ. ശാസ്ത്രം ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ്. സാങ്കേതികവിദ്യയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതി. രണ്ടിലും മോശമായ ഒന്നുമില്ല. ക്രിസ്ത്യാനികൾ ശാസ്ത്രത്തെ ഭയപ്പെടരുത്, മറിച്ച് ആത്മവിശ്വാസത്തോടെ അത് സ്വീകരിക്കണം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും നിറഞ്ഞ ഒരു ലോകത്ത് വിശ്വാസവും അറിവും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് യേശുവിന്റെ സാക്ഷികളാകാം. റോമർ രാത്രി 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അവന്റെ ശക്തി കാണിക്കുന്നു. അതിനാൽ ശാസ്ത്രം പഠിക്കുന്നത് അവനെ കൂടുതൽ സ്തുതിക്കാൻ നമ്മെ സഹായിക്കുന്നു. ശാസ്ത്രവും സാങ്കേതികവിദ്യയും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ലോകത്തിലാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഫോണുകളും കാറുകളും മരുന്നുകളും ഉപയോഗിക്കുന്നു. നമ്മൾ ശാസ്ത്രം നിരസിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സത്യം കാണിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. പകരം ദൈവത്തിന്റെ ലോകത്തെ നന്നായി മനസ്സിലാക്കാൻ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കണം. ഉദാഹരണത്തിന്, നക്ഷത്രങ്ങളെ പഠിക്കുന്നത് ദൈവം എത്ര വലുതാണെന്ന് കാണിക്കുന്നു. ശരീരത്തെ പഠിക്കുന്നത് അവൻ നമ്മെ എത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചുവെന്ന് കാണിക്കുന്നു. സങ്കീർത്തനം 139:14. ശാസ്ത്രവും സാങ്കേതികവിദ്യയും ദൈവത്തെ മഹത്വപ്പെടുത്താനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള ഉപകരണങ്ങളാണ്. ശാസ്ത്രം മോശമാണെന്ന് പറയുന്ന ചുരുക്കം ചിലരെ ശ്രദ്ധിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയും അവന്റെ വെളിച്ചം പ്രകാശിപ്പിക്കാൻ ശാസ്ത്രം ഉപയോഗിക്കുകയും ചെയ്യുക. ധൈര്യമായിരിക്കുക. ദൈവത്തിന്റെ സൃഷ്ടി അവന്റെ സ്നേഹത്തിലേക്ക് എങ്ങനെ വിരൽ ചൂണ്ടുന്നുവെന്ന് മനസ്സിലാക്കുക, പങ്കിടുക. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാകുന്നതിന് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അപ്പോളജിസ്റ്റായ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പാണ് ഈ വീഡിയോ രചിച്ചിരിക്കുന്നത്. 1970 അദ്ദേഹം സൃഷ്ടി ഗവേഷണ ഗ്രൂപ്പ് സ്ഥാപിച്ചു. മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ സനീഷ് ചെറിയാനാണ്.